ലോകത്തിലെ ഏറ്റവും മാരക ശക്തിയുള്ള സാത്താനിക് 2 എന്ന ആണവ വാർഹെഡ് വഹിക്കാൻ പറ്റിയ മിസൈൽ ഇറാൻ പരീക്ഷിച്ച് വിജയിച്ചു. ഇറാൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഔദ്യോഗികമായ രീതിയിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. സാത്താൻ 2 അത് ഇന്ന് വരെ പരീക്ഷിക്കപ്പെട്ടതിൽ ഏറ്റവും ശക്തിയും ഏറ്റവും വേഗത കൂടിയതും ഏറ്റവും പ്രഹരശേഷിയുള്ളതും റഡാർ സംവിധാനത്തെ പോലും കവച്ചു വെട്ടി ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മിതികൾ റഷ്യ പൂർത്തിയാക്കിയത്. ഒരു വിക്ഷേപണം കൊണ്ട് ഒരു നഗരത്തെ അപ്പാടെ തന്നെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് സാത്താനിക് 2 എന്ന മിസൈലിൻ്റെ ശക്തി എന്ന് റഷ്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു. ഭൂമിയിൽ വെച്ച് ഏറ്റവും ഭയാനകരമായിരിക്കുന്ന മിസൈലാണ്. ഇതിൻ്റെ വാർഹെഡ് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൈവശത്തിലുള്ള മിസൈലുകളുടെ 4 ഇരട്ടി പ്രഹരശേഷിയുള്ളതാണ്. 35,000 കിലോമീറ്റർ ദൂരപരിധി ചെന്നിട്ട് ആക്രമിക്കാൻ പാകത്തിലാണ് സാത്താനിക് 2 സംവിധാനിച്ചത്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ 18,000 കിലോമീറ്റർ ദൂരപരിധി മാത്രമേ സാധ്യമാകൂ എന്നൊരു വിമർശനം ഉന്നയിച്ചു. എന്നാൽ 18,000 കിലോമീറ്റർ ആണെങ്കിൽ പോലും യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയും ആക്രമിക്കാൻ പാകത്തിലാണ് ഇതിൻ്റെ നിർമ്മിതി പൂർത്തീകരിച്ചത് എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരികയും ചെയ്തു. സാത്താനിക് മിസൈൽ എന്ന RS-28 സർമറ്റ് എന്ന ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പൂർണ്ണമായിരിക്കുന്ന ലക്ഷ്യം കാണുന്നതാണ് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അഭിപ്രായപ്പെടുകയും ചെയ്തു. അഥവാ റഷ്യ ശ്രദ്ധിക്കണം, അവർ കടുങ്കൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദേശത്തെ സംബന്ധിച്ചിടത്തോളം അത് ജപ്പാനിലെ ഹിരോഷിമയേക്കാണ് ഭീകരമായിരിക്കും ആ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. ഒരു ഏകാധിപത്യ സ്വഭാവ രീതികൾ പിന്തുടരുന്ന വ്യക്തിയാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന പരിണിത ഫലം ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത്. അത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് തുടർച്ചയായ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈനെ സഹായിക്കുന്നു. അത് തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. അവർക്ക് നൽകുന്ന സഹായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. ഉക്രൈൻ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഭാഗമാണ് എന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം യുദ്ധം തുടങ്ങിയ ആ സമയത്ത് തന്നെ വ്ളാഡിമിർ പുടിൻ തന്നെ പറഞ്ഞതാണ്. 2011 ആദ്യഘട്ടം ഇത് വികസിപ്പിച്ചത്. പഴയ സോവിയറ്റ് കാലഘട്ടത്തിൽ വിവോഡ SS-18 സാത്താൻ മിസൈൽ എന്നതായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ്. പിന്നീട് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് മാറ്റിയിട്ടാണ് സാത്താൻ 2 ആയിട്ട് ഇറക്കുന്നത്. മെയ് മാസം 12 ടെസ്റ്റ് നടത്തുകയും അത് വിജയകരമായ രീതിയിൽ ലക്ഷ്യം കാണുകയും ചെയ്തിട്ടുണ്ട് എന്ന് റഷ്യ അവകാശപ്പെട്ടു. എന്നാൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധിക്കുക അത്തരം കാര്യങ്ങളൊന്നും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അവരുടെ കൈവശത്തിൽ മാരകശേഷിയുള്ള ആയുധങ്ങളുണ്ട് എന്ന് കൃത്യമാണ് എന്ന് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ അതിനെ ആസ്പദമാക്കിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അഭിപ്രായപ്പെടുകയും ചെയ്തു. ഈ വർഷാവസാനത്തോടെ കോമ്പാക്റ്റ് ഡ്യൂട്ടിയിൽ പ്രവേശിക്കുമെന്നാണ് പുടിൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ഒരേ സമയം നിരവധി ആണവ വാർഹെഡുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിന് സാധിക്കും. റഡാർ സംവിധാനത്തെ വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കണ്ണിൽപ്പെടാതെ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ആരും അറിയാത്ത രീതിയിൽ ഒളിഞ്ഞു നിന്ന് ആക്രമിക്കാൻ പാകത്തിലാണ് സാത്താനിക് 2 എന്ന് പറയുന്ന മിസൈൽ സംവിധാനം ഈ റഷ്യ രൂപകൽപ്പന ചെയ്തത്. മിസൈലിൻ്റെ എല്ലാവിധ പ്രതിരോധ സംവിധാനത്തെയും മറികടക്കാൻ സാധിക്കും എന്നൊരു പ്രത്യേകതയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ യുദ്ധ സമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അമേരിക്കയും റഷ്യയുമായിട്ടും അമേരിക്കയും ചൈനയുമായിട്ടും ഒന്നും നല്ലൊരു ബന്ധത്തിലല്ല. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാ തരത്തിലും റഷ്യയും ചൈനയും സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അത് ഏതെങ്കിലും ഒരു തരത്തിൽ പരിഹരിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം ഓരോരോ ദിവസവും നിത്യേന എന്നോണം വിഷണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം പൂർണ്ണ തരത്തിൽ റഷ്യയും ചൈനയും റഷ്യക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യം ലോകത്തിന് മുഴുവനും അറിയാവുന്നതാണ്. പല ഘട്ടങ്ങളിലും പല തരത്തിലും അമേരിക്കയുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവരുടെ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട യാത്രാ കാര്യങ്ങൾ, അത് കപ്പലുകൾക്ക് യാത്ര സൗകര്യമാക്കാൻ വേണ്ടി തങ്ങളെ സഹായിക്കണമെന്ന് പല ഘട്ടത്തിലും ട്രംപ് പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. ഒരു രാജ്യം പോലും അമേരിക്കയോട് സഹകരണം കാണിക്കുന്നില്ല. മാത്രമല്ല 18ഓളം രാജ്യങ്ങൾ ഇറാൻ ആക്രമിച്ചിട്ട് ഒരു രാജ്യം പോലും ഇറാനെതിരെ തിരിച്ചടിച്ചിട്ടുമില്ല. അപ്പോൾ ഒരു ഭയാനകരമായിരിക്കുന്ന മറ്റൊരു യുദ്ധത്തിൻ്റെ സൂചന ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും.
ഇത്തരമൊരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വല്ലാത്തൊരു അപകട സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കണമെങ്കിൽ അവരുടെ ഭയം എത്രത്തോളം ഉണ്ട് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മറ്റെല്ലാ വിഷയത്തെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചർച്ച തുടങ്ങിയത് തന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് എന്ന് ചൈനീസ് പത്രം റിപ്പോർട്ട് ചെയ്തു. അവർ പറയുന്ന കാര്യം ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്താരാഷ്ട്ര സ്വാതന്ത്ര്യ സംവിധാനം, സ്വതന്ത്ര പാത ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം എങ്ങനെയാണോ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതിനനുസരിച്ച് അവിടെ ആ മേഖല സ്വതന്ത്രമാകണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇറാനെ ഉപദേശിക്കണം അല്ലെങ്കിൽ നിർദ്ദേശിക്കണം എന്നുള്ളതാണ്. ചൈന വളരെ കൂളായ രീതിയിൽ മറുപടി പറഞ്ഞു, ആദ്യം നിങ്ങൾ അവിടുത്തെ ഉപരോധം പിൻവലിക്കുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന്. അപ്പോൾ ഉപരോധം പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇറാൻ ഇത് പാലിക്കുമോ ഇല്ലേ എന്നുള്ളത് അമേരിക്കക്ക് സംശയം. അപ്പോൾ അമേരിക്ക ജയിച്ചുകൊണ്ട് ആ യുദ്ധം അവസാനിപ്പിക്കണം, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അവസാനവട്ട യുദ്ധമാണ് ചെയ്യുന്നത്, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ് എന്നതിനാൽ തന്നെ ഒരിക്കൽ പോലും അവർ പരാജയപ്പെടില്ല എന്നോർക്കണം. മരിക്കാൻ താല്പര്യമുള്ളവരും മരണം ഇഷ്ടമുള്ളവരും ഒരു പക്ഷത്തും ജീവിക്കാൻ കൊതിയുള്ളവരും അതിനുവേണ്ടി ജീവിക്കുന്നവരും മറ്റൊരു വശത്തും ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇറാൻ പക്ഷം വിജയിക്കും എന്ന് ഉറപ്പാണ്. ലോകമാകമാനം പേടിച്ചിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമുസ് എന്ന് പറയുന്ന ചെറിയൊരു കടൽപ്പാതയാണ്, ഏകദേശം ഒരു 90 കിലോമീറ്റർ ദൂരപരിധിയായിട്ടാണ് അതിന് മൊത്തത്തിൽ പറയുന്നത്. 15 മുതൽ 30 കിലോമീറ്റർ ദൂരപരിധിയാണ് അതിന് വീതി പറയുന്നത്. ഈ ഒരു പരിധിയിലുള്ള ഈ ഒരു കടൽ ഇടുക്കാണ് ലോകത്തിൻ്റെ സാമ്പത്തികം അത്രയും നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലടക്കപ്പോൾ പെട്രോളിയത്തിന് വില കൂടി. ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം 3 രൂപ പെട്രോളിയത്തിനും 3 രൂപ ഡീസലിനും കൂടിയെന്ന് പറയുന്നു. ഇതാണ് കാരണം. അപ്പോൾ അങ്ങ് ദൂരെ ഇറാൻ്റെ ഒരു കടലിടുക്കിൽ കപ്പലുകൾ തടയപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്ന സമയത്ത് ലോകത്താകമാനമുള്ള പെട്രോളിയത്തിന് വില കൂടിയെന്ന് പറയുന്ന സമയത്ത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഇവിടെ 5 വർഷത്തോളമായി ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. അവർ തമ്മിലല്ലാതെ ലോകത്തിൻ്റെ സാമ്പത്തിക മേഖലയിലേക്ക് അതിനൊരു സാരമായിരിക്കുന്ന ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില നിത്യേന എന്നോണം കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ നിക്ഷേപത്തിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചൈന അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പെട്രോളിയം പോലെയുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായി സ്വരൂപിക്കപ്പെട്ട മേഖല അപ്പാടെ ഇടിഞ്ഞു പൊളിയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു സന്തുലനാവസ്ഥ കൃത്യമായ രീതിയിൽ നിലനിന്നിട്ടില്ലെങ്കിൽ, സാമ്പത്തിക സംവിധാന കാര്യത്തിൽ ഒരു കൃത്യ റൂട്ടില്ലെങ്കിൽ അത് തകരുകയാണെങ്കിൽ മൊത്തം എല്ലാവരെയും ബാധിക്കും. ബാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലും അവിടെ പരീക്ഷണങ്ങൾ, ഈ ആയുധ സംബന്ധമായിരിക്കുന്ന പല പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിലക്കാത്ത രീതിയിൽ 24 മണിക്കൂറും ഇറാൻ്റെ അകത്തുള്ള അവരുടെ മിസൈൽ ഫാക്ടറികൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവർ ശേഖരിക്കുകയാണ് ആയുധങ്ങളും സംവിധാനങ്ങളും മിസൈലുകളും അടക്കമുള്ള വലിയ രീതിയിലുള്ള ഒരു ശേഖരണ സംവിധാനം ഇവിടെ ഇറാൻ്റെ അകത്ത് നടക്കുന്നു. ഏത് തരത്തിൽ ചർച്ച നടത്തിയാലും ഈ അമേരിക്കൻ പ്രസിഡന്റ് ഏത് തരത്തിൽ ചൈന സന്ദർശിച്ചാൽ ചൈനയ്ക്ക് ചൈനയുടേതായിരിക്കുന്ന ഒരു നയങ്ങളും ഒരു നിലപാടുകളും ഉണ്ട്. അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അപ്പുറം അവരൊന്നും ചെയ്യില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമില്ലായിരുന്നെങ്കിൽ ഏറെക്കുറെ ഒരു പരിധിയെങ്കിലും അമേരിക്കയെ സഹായിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഒക്കെ സാധ്യതകളാണ്. എന്നാൽ വെനിസ്വേലയിലെ ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി അതിൻ്റെ പെട്രോളിയം സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നതിനാൽ ഇപ്പോഴത്തെ നിലവിലെ ചൈനയുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഏറ്റവും കൂടുതൽ 80% പെട്രോളിയം ചൈനക്ക് നൽകുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാൻ്റെ ആ പെട്രോളിയം സംവിധാനങ്ങൾ നിന്നു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ചലനമിടിപ്പ് പോലും നിശ്ചലമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിനൊരിക്കലും ചൈനക്ക് താല്പര്യമില്ല. അപ്പോൾ ചൈന എപ്പോഴും ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, റഷ്യ അങ്ങനെ ചേർന്ന് നിൽക്കുന്നു, കൊറിയ അങ്ങനെ ചേർന്ന് നിൽക്കുന്നു, അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെട്ടു പോകുന്നു. അവരോട് സഹകരിക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അമേരിക്കയുമായിട്ട് സഹകരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. വർഷാന്തം ഓരോ ബജറ്റിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈനികപരമായിരിക്കുന്ന സംരക്ഷണത്തിന് വേണ്ടിയും ഏകോപനത്തിന് വേണ്ടിയും വലിയ രീതിയിലുള്ള പണം അമേരിക്ക പാസ്സാക്കി കൊടുക്കുന്നുണ്ട്, പല രാജ്യത്തിനും നൽകുന്നുണ്ട്. ആ തരത്തിൽ വർഷാന്തം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് താൻ പണം നൽകിയിട്ട് പോലും ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായ സമയത്ത് എന്നോടൊപ്പം ചേർന്ന് നിന്നിട്ടില്ല എന്നൊരു പരാതി ഇപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം കൂടി നമ്മൾ കൂട്ടി വായിക്കാനും പറ്റുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചൈന എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും അമേരിക്കയുടെ നയങ്ങളോടോ നിലപാടിനോടോ ചേർന്ന് നിൽക്കുകയില്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോകത്തിൻ്റെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്നത്
വലിയ രീതിയിൽ ആഘാതമുണ്ട്. കാരണം ഈ പ്രതിസന്ധി മുഴുവൻ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാത്രം ഉണ്ടാക്കിയതാണ്. അതാണ് ഇറാൻ്റെ ആരോപണം. അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല, ലോകത്തിനും സാധിക്കുന്നില്ല. തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമമോ പ്രശ്നമോ വന്നാൽ തീർച്ചയായിട്ടും ആ രാജ്യത്തെ മാത്രമല്ല, അതിന് സഹായം നൽകിയ രാജ്യത്തെ പോലും തങ്ങൾ ആക്രമിക്കും എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നു. അത് അറേബ്യൻ രാജ്യങ്ങൾ എന്തുകൊണ്ട് ആക്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ സഹായിക്കുന്നവരെയും ഞങ്ങൾ ആക്രമിക്കും. അമേരിക്കയുടെ സൈനിക സംവിധാനം എവിടെയുണ്ടോ അവരെയും, അവർക്ക് സഹായം നൽകുന്ന രാജ്യം ഞങ്ങളുടെ ശത്രുക്കളാണ്, അതുകൊണ്ടാണ് ആക്രമിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറയാനുള്ള പ്രധാന കാര്യം. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ സാത്താനിക് 2 പുറത്തിറക്കുക കൂടി ചെയ്തുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി വെപ്രാളമാവുകയാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.